എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? റഫീഖ് അഹമ്മദ് ദേശാഭിമാനി മാസികയിൽ അദ്ദേഹത്തിന്റെ പടം മുഖചിത്രമായി വരുന്നു. അദ്ദേഹത്തിന്റെ കവിത പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അടുത്ത ആഴ്ച അദ്ദേഹം കേരളയുമായി ബന്ധപ്പെട്ട ഒരു വിരുദ്ധ നിലപാടെടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് സൈബർ അറ്റാക്ക് ആണ്. അത് തന്നെ ശ്രീ ഫക്രുദ്ദീന്റെ കാര്യത്തിലും പറഞ്ഞോളൂ. അല്ലാതെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാൻ വേണ്ടി പറഞ്ഞല്ല. അധിക്ഷേപിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു പദമായിട്ടല്ല ഇടതുപക്ഷത്തെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ഈ വർത്തമാന കാലത്ത് ഈ ഇതുപോലുള്ള സൈബർ കൂട്ടങ്ങളൊക്കെ ഉള്ള കാലത്താണ് ആ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരവുമായിട്ട് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഞാൻ ആലോചിക്കുക. അന്ന് ഈ സൈബർ ഇടമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കി എന്നായിരുന്നു ഈ CPM വിളിച്ചിരുന്നത്. ഈ സച്ചിൻ ദേവ് എന്ന് പറയുന്നത് എന്തോ ഒരു പുതിയ ഉദാഹരണമാണ്, അല്ലെങ്കിൽ സച്ചിൻ ദേവ് മാത്രമായിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആരംഭത്തിൽ അപമാനം. EMS നമ്പൂതിരിപ്പാട് PKV മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഓർമ്മക്കുറിപ്പിനകത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് PKVയെ വിശേഷിപ്പിച്ചിട്ടുള്ള EMS നമ്പൂതിരിപ്പാട് തൊട്ട് ഇങ്ങോട്ട് ഇനി നിൽക്കേണ്ട വലിയ ഗൗരിയം അവരെ പുറത്താക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി യോഗവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നെ ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടായി എന്ന് അവർ തന്നെ അവരുടെ ആത്മകഥയിൽ പറയുന്ന സാഹചര്യം തൊട്ട് ഇങ്ങോട്ട് ഇപ്പൊ നമ്മൾ KK രമയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ KK രമ മാത്രം നേരിട്ടുള്ള അധിക്ഷേപം എന്താ? TP ചന്ദ്രശേഖരൻ ഇവരുടെ രാഷ്ട്രീയത്തോടൊന്ന് വിയോജിച്ചു. അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. പുതിയൊരു രാഷ്ട്രീയം ഉണ്ടാക്കി. അയാൾ കോൺഗ്രസിനോടൊപ്പം വന്നിട്ടില്ല, UDFന്റെ ഭാഗമായിട്ടില്ല, ഇടതുപക്ഷ വക്താവായി തന്നെ നിന്നു. ഇവിടെ ശ്രീ ഫക്രുദ്ദീനെ പോലെ സ്വതന്ത്ര നിലപാടെടുക്കുന്ന ഇടതുപക്ഷക്കാരെ പോലെ TP ചന്ദ്രശേഖരൻ നിന്നു. എന്താ ചെയ്തത്? പുറകെ പോയി 51 വെട്ടുപെട്ടി ആ മനുഷ്യരെ കൊന്നു. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. കൊന്നിട്ട് അവരുടെ പക തീർന്നോ? ആ മനുഷ്യൻ ഇപ്പൊ സച്ചിൻ ദേവ് പറയുമ്പോൾ പുതിയ കാര്യമാണോ? ആ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ കുലംകുത്തി എന്നും കുലംകുത്തിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റാക്കിന് തുടക്കം കുറിച്ചത് പിണറായി വിജയനല്ലേ? ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അതിനുശേഷം ഈ KK രമ വന്ന് ചാനലുകൾ വന്ന് പ്രതികരിച്ചു. അവർ പ്രതികരിച്ച സമയത്ത് KK ലതിക എന്ന് പറയുന്ന MLA പറഞ്ഞത് ഭർത്താവിന്റെ മരണത്തെ വിറ്റഴിച്ചു ചാനലുകൾ വന്ന്. P മോഹൻ എന്ന് പറയുന്ന CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, അയാൾ പറഞ്ഞു ചാനലുകൾ വന്നിരുന്ന പുലകുളി മാറുന്നതിന് മുൻപ് ഒരു സ്ത്രീ വന്നിരിക്കുകയാണ് കണ്ണീരുമായി രാഷ്ട്രീയം പറയാൻ. KK രമ എന്ത് രാഷ്ട്രീയമാ പറഞ്ഞത്? അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടതിൽ നീതി കിട്ടണമെന്ന് പറയുന്ന രാഷ്ട്രീയമല്ലാതെ KK രമ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷം EMS നമ്പൂതിരിപ്പാടിന്റെ മരുമകൻ, അദ്ദേഹത്തിന്റെ മകൾ വനിതാ കമ്മീഷൻ അംഗമായിരിക്കെ, രാധ വനിതാ കമ്മീഷൻ അംഗമായിരിക്കെ രാധയുടെ ഭർത്താവ് കൂടിയായ CK ഗുപ്തൻ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല എന്ന് പറയുന്ന EMSന്റെ മരുമകൻ, അദ്ദേഹം എഴുതിയത് KK രമയെ പറ്റി എഴുതിയത് ചാണകക്കുഴിയുടെ മനസ്സുമായി നടക്കുന്നവൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. അതിനുശേഷം MM മണി കേരള നിയമസഭയ്ക്കകത്ത് ഇവരുടെ വിധിയാണ് വൈദവ്യം എന്ന് പ്രസംഗിച്ചത് MM മണിയാണ്. വടകരയിലൂടെ KK രമ എന്ന് പറയുന്ന ഈ സ്ത്രീയെ, ഒരു കാലത്ത് SFIയുടെ കൊടി പിടിച്ചയാളാണ്, ആ സ്ത്രീയെ അവരുടെ പ്രതീകാത്മകമായ ഒരു രൂപം കെട്ടി മുലക്കച്ച വെച്ച് കെട്ടി അഭിസാരിക എന്ന് എഴുതി പ്രകടനം നടത്തിയത് അവിടുത്തെ CPMന്റെ നേതാക്കന്മാരല്ലേ? ഒരു കയ്യബദ്ധം, ഈ തടക്കം നിരന്തരമായി എത്രയെത്ര അധിക്ഷേപങ്ങൾ ആ സ്ത്രീക്കെതിരായിട്ടുണ്ടായിട്ടുണ്ട്. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ശ്രീ അബ്ജോദെ, ഇപ്പൊ മാധ്യമപ്രവർത്തകരെ ഇവര് കൈകാര്യം ചെയ്യുന്ന പോലെ ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും എക്സ്ട്രീം സംഘടനകളെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അതായത് നിങ്ങൾ പറയുന്ന ഒരു വാർത്തയെ ആ വാർത്തക്കെതിരായിട്ട് അവർ പ്രതികരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, വ്യക്തിപരമായി. ഇപ്പോൾ എന്തായി? അബ്ജോദിന്റെ ഞാൻ നേരിട്ട് കണ്ടതാണ്. എനിക്കറിയുന്ന അബ്ജോദിന്റെ ഒരു ബന്ധുവിന്റെ ഒരു കൊച്ചു കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയിട്ട് തെറി കമന്റുകൾ എഴുതുന്ന CPMകാരൻ. എന്നെ സംശയിക്കരുത്. ഈ കേരളയിൽ സമയത്ത് നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെ അവശേഷിക്കുന്ന ആരെങ്കിലും ചില ആളുകൾ, ആ ആളുകൾ അതിനെതിരായിട്ട് പ്രതികരിച്ചു. എന്തായിരുന്നു ഇവരുടെ നിലപാട്? ആ സാംസ്കാരിക നായകന്മാരുടെ വസ്തുവകകൾ ഓഡിറ്റ് ചെയ്യുക. ഇവന്മാരാരാണെന്ന് ശ്രീ അബ്ജോദ് ഉമരെ തന്നെ വിചാരിച്ചിരിക്കുന്നത്? സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഈ ആന്തൂർ നഗരസഭ എന്ന് പറയുന്നത് പ്രതിപക്ഷമായിട്ടുള്ള CPMനെ എതിർക്കുന്ന ഒരു പാർട്ടിക്ക് നോമിനേഷൻ കൊടുക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരിടമാണ് ആന്തൂർ. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. ആ നഗരസഭയിൽ ഇവരുടെ ഭരണസമിതി, ഇപ്പൊ ഈ ജാഥയുമായിട്ട് നടക്കുന്ന MV ഗോവിന്ദന്റെ ഭാര്യ ചെയർപേഴ്സൺ ആയിരിക്കുന്ന നഗരസഭയിൽ അവരുടെ ഭരണം കാരണം ഒരു മനുഷ്യൻ, സാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കെട്ടിത്തൂങ്ങി മരണത്തിനിടയായി, ലോകത്തെവിടെയെങ്കിലും കേട്ടുണ്ടോ? ആത്മഹത്യ ചെയ്തു. ആ സാജനെ പറ്റി തൊട്ടടുത്ത ദിവസം ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ? അയാളുടെ ഭാര്യയുടെ വഴിവിട്ട ജീവിതമാണ് അയാൾ ആത്മഹത്യയിലേക്ക് നയിച്ചത്.
സപ്പോസ് എന്തെങ്കിലുമൊക്കെ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം സി ഭാസ്കരൻ എന്ന് പറയുന്ന CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പ് പ്രസംഗിച്ചത് ടി പി ചന്ദ്രശേഖരൻ എന്തിനാണ് 10 മണിക്ക് ശേഷം പുറത്തിറങ്ങിയത്, വഴിവിട്ട ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ? അതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. മാഷാള്ള സ്റ്റിക്കർ നമ്മൾ കണ്ടു. ദേശാഭിമാനി എന്നും കൈരളി എന്നും പറയുന്ന മാധ്യമങ്ങൾക്ക് തന്നെ അപമാനമായിട്ടുള്ള 2 സ്ഥാപനങ്ങൾ പടച്ചു വിടുന്ന പച്ച നുണകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കീരവാണിക്ക് ഓസ്കർ ബഹുമതി കിട്ടി. പല മാധ്യമങ്ങളും ഇപ്പൊ കാർപ്പന്റേഴ്സ് എന്ന് പറയുന്ന ട്രൂപ്പിനെ പറ്റി മേസ്തിരിമാരെന്ന് പറഞ്ഞിട്ട് ആശാരിമാരെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അവൻ പറഞ്ഞ നേരാ. കൈരളിയമ്മ വാർത്ത കൊടുത്തു, കൈരളി കൊടുത്തില്ല. ബാക്കി അത് വാർത്ത കൊടുത്ത മുഴുവൻ ആളുകളെയും പരിഹസിക്കുക. വ്യാജ വാർത്ത നടത്തുന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം SFIക്കാരനും DYFIക്കാരനും പൊട്ടിക്കാൻ തീരുമാനിച്ചാൽ പപ്പടം പൊടിക്കേണ്ടത് പോലെ ഒന്നാമത്തെ സ്ഥാപനം SFIക്കാരന് കാണിച്ചു കൊടുക്കുക. ദേശാഭിമാനിയും കൈരളിയും. ശശി തരൂരിന്റെ ഭാര്യ കൊല്ലപ്പെട്ട ദിവസം ആ പാകിസ്ഥാനിലേക്ക് മേ മെഹർത്തരാർജി ഹേ ഹു ഹൈ ഹോ എന്ന് പറഞ്ഞിട്ട് മാധ്യമ കോൾ ചെയ്തത് ഇന്ന് നിങ്ങളെയൊക്കെ മാധ്യമ പ്രവർത്തനത്തിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു മഹാനുണ്ടല്ലോ, ആ മഹാൻ MD ആയിട്ടിരിക്കുന്ന ചാനലാണ്, കൈരളി ചാനലാണ്. ശശി തരൂരിന്റെ ഭാര്യ മരണപ്പെട്ട് കിടക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് വിളിക്കുന്നത്. നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ഇത്ര ഹീനമായി. ഞാൻ പറഞ്ഞ ആന്തൂർ സാജന്റെ ഭാര്യ. ബാക്കിയെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, വ്യക്തികളാണ്. ഏഷ്യാനെറ്റ് ഒരു സ്ഥാപനമാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്. നിസ്സഹായ ഒരു സ്ത്രീയോട് ഇവർ ചെയ്യുന്ന അത്ര വലിയ ക്രൂരത എന്ന് പറയുന്നത് എത്ര 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 ക്രൂരതയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. ഇപ്പൊ ഇവരോട് ചോദിക്കുവാൻ പാടില്ല, ഓണറബിൾ ഫാമിലിക്കെതിരായിട്ട് മിണ്ടാൻ പാടില്ല, ഓണറബിൾ ഫാദർ ലോയ്ക്കെതിരെ മിണ്ടാൻ പാടില്ല, ഓണറബിൾ സണ്ണിൻ ലോയ്ക്കെതിരെ മിണ്ടാൻ പാടില്ല. ആക്രമിക്കപ്പെടുന്നത് നമ്മൾ മാത്രമാണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇപ്പോ സംഘപരിവാർ പുറത്തുവിട്ട ഒരു വലിയ ഫേക്ക് ക്യാമ്പയിൻ ആയിരുന്നു. അതായത് ഉർസുള ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് നടി, ഉർസുള ആൻഡ്രൂസ് എന്ന് പറയുന്ന ആ ഹോളിവുഡ് നടിയുടെ ചിത്രം ഇത് സോണിയാഗാന്ധിയാണ് എന്ന് പറഞ്ഞിട്ട് സംഘപരിവാർ തുടങ്ങിയ ക്യാമ്പയിനാ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. അതിപ്പോ ഏറ്റെടുക്കുന്ന ആരാ? CPMകാരാ. അതായത് ബാർ ഡാൻസർ എന്ന് പറഞ്ഞിട്ട് സോണിയാഗാന്ധി അധിക്ഷേപിക്കുക. അത് ഉർസുള ആൻഡ്രൂസ് ആണ് എന്ന് അറിയാൻ പാടില്ലാത്തവന്മാരല്ലേ ഉമാര്? ഇവര് ഇത് ബോധപൂർവമായി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ സച്ചിൻ ദേവിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. ഇന്നലെ സച്ചിൻ ദേവ് ഈ KK രമ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. അതിന്റെ ശാസ്ത്രീയമായ കാര്യം പറയുന്നത് ഈ സച്ചിൻ ദേവ് ആരാ? കേരളത്തിൽ അറിയപ്പെടുന്ന ഓർത്തോ സർജനാണോ ഈ സച്ചിൻ ദേവ്? അല്ലല്ലോ. വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക ഈ മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്നാണോ ഇവര് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? വീണ ജോർജിന്റെ കീഴിലെ വകുപ്പിലെ ഡോക്ടർമാർ വെറും ഉണ്ണാക്കന്മാരാണ്, ഒരു കഴിവിനും കൊള്ളാത്തവന്മാരാണ്, കഴിവ് കെട്ടവന്മാരാണ്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ഈ ഉണ്ണാക്കൻ എന്ന് പറയുന്ന പദം പ്രത്യേകമായിട്ട് എടുത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വരും. ഇവന്മാരൊന്നും പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ സ്കൂളിൽ നമ്മൾ തൽക്കാലം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി KK രമ സമ്മർദ്ദപ്പെടുത്തിയിട്ടാണോ പ്ലാസ്റ്റർ ഇട്ടത്? അല്ലല്ലോ. ഇനി KK രമ സമ്മർദ്ദപ്പെടുത്തിയാൽ പ്ലാസ്റ്റർ ഇടുന്നവനാണെങ്കിൽ അവനെ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായിട്ട് വെച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ? ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. അപ്പൊ അങ്ങനെ ഒരു സർക്കാർ ഡോക്ടർ പ്ലാസ്റ്റർ ഇടുക. ഇന്നത്തെ ദിവസം ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത എന്താ? ഒരു എക്സ്റേ പുറത്തു വിട്ടിട്ട് പറയുകയാണ് KK രമയുടെ കൈക്ക് പൊട്ടലില്ല. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ അബ്ജോദ്, എത്ര ഇപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത്, സച്ചിൻ ദേവോ ഈ പറയുന്ന സൈബർ ഇടത്തിൽ ഏതെങ്കിലും ക്രിമികീടമോ നടത്തുന്ന അറ്റാക്കല്ല. ഇത് വളരെ ആസൂത്രിതമാണ്, സ്റ്റേറ്റ് സ്പോൺസർഡാ, ഗവൺമെന്റ് സ്പോൺസർഡാ. കാരണം ഇപ്പൊ അത് KK രമയുടെ ഒറിജിനൽ എക്സ്റേ ആണോ എന്ന് എനിക്കറിയില്ല. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? ഇനി ഒറിജിനൽ എക്സ്റേ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ എക്സ്റേ ആരുടെ പക്കലാ ഉള്ളത്? ഒരു കമ്പ്യൂട്ടറിലെ എക്സ്റേ കാണുന്നതായിട്ടാണ് കാണുന്നത്. ഏതാ കമ്പ്യൂട്ടർ? മെഡിക്കൽ കോളേജിലെ കമ്പ്യൂട്ടർ ആയിരിക്കില്ലേ? മെഡിക്കൽ കോളേജിലെ കമ്പ്യൂട്ടറിനകത്തുനിന്ന് എക്സ്റേ പുറത്തു കൊടുക്കണമെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസർഡ് ആയിട്ടുള്ള സൈബർ അറ്റാക്ക് അല്ലേ? തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഇനി രണ്ടാമത്തെ കാര്യം, അത്തരത്തിൽ എക്സ്റേ പോലെ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് ഡീറ്റെയിൽസ്, എന്ത് ഹെൽത്ത് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഒരു ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും ചെറിയൊരു രോഗത്തിന്റെ പ്രിസ്ക്രിപ്ഷൻ പോലും നമ്മളുടെ സ്വകാര്യ ഹെൽത്ത് ഡേറ്റയാണെന്ന് പറയുന്ന നാട്ടിൽ ഒരു സ്ത്രീയുടെ എക്സ്റേ ആണ്, അത് വ്യാജമാണോ ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു എക്സ്റേ പ്രചരിപ്പിക്കുക. ഇവന്മാർ എങ്ങോട്ടാണ് ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്? ആ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മച്ചി. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്.
ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. ആ, അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.